അബുദാബിയിൽ തന്നെയാണ്. നമ്മൾ റിജോ ബോയിൻ്റെ ബോട്ടിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൊക്കേഷൻ എത്താറായി. ഇത് നമ്മുടെ ഭാഗ്യലൂറാട്ടോ. ഇത് നമ്മുടെ ഒരു ഭാഗ്യലൂറാണ് കേട്ടോ. എല്ലാ സൈഡ് ചെയ്തോ. സറൗണ്ട് കാസ്റ്റിംഗ്. ഹു ഈസ് ദ ലക്കി ഡ്രോ? ഇതേപോലെ കഴിഞ്ഞ casting guys. Bro, ahora no tiene. No quiero correr algo más. മീൻ പോവില്ല. മീൻ ഇവിടെ തന്നെ ഉണ്ട്. ബാക്കിൽ പോയിട്ട് ബാക്കിൽ നിന്നിട്ട് ലൂറ് വെള്ളത്തിലാണ്. metal line. No. Adi. Vijay Singh. Oh. Arna. Oh. Bagan. इसको भी आप ये करेंगे। मिलेगा, पक्का मिलेगा। दोनों को टैग कास्टिंग कितने वाला उन्होंने 4 मिनट डीजल 4 मिनट കുറച്ച് വെള്ളം ആയിക്കോട്ടെ. Not fish, huh? There's a fish, no? There was. It got tangled. Okay? Yeah. That's it. हाँ पचड़ में पचड़ अपना कास्टिंग पचा
നല്ല കിങ്ങാണ്. Heavy. Come to Abu Dhabi. അല്ല വെറുതെ ഇരിക്കല്ലോ, നമുക്ക് ഫ്രൈ ചെയ്യട്ടെ. അത് നടക്കട്ടെ. കുറച്ചേരത്തേക്ക് ഒന്നും അടിക്കാൻ സാധ്യതയില്ല. ഹലോ ഗൈസ്, ഇതാണ് ജെർക്ക് വെയിറ്റ്. ഇതിലെ പഠിച്ചേ നമ്മൾ അബൂബക്കർച്ച കൊണ്ടുവന്നതാണ്. മാഷാഅല്ലാഹ് അബൂബക്കർച്ച, താങ്ക് യു വെരി മച്ച്. അത് അബൂബക്കർച്ച ശരിക്കാണല്ലോ. ആദ്യം നേരെ പതുക്കെ അത് നല്ല വരും. ലാൻഡ് ചെയ്തോ? അബൂബക്കർച്ച, സുഹൈൽ ഇതാ മാഷാഅല്ലാഹ്. സുഹൈലിന്റെ ബോട്ട് നമ്മൾ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ. സുഹൈൽ എന്താ പാട്? അൽഹംദുലില്ലാഹ് എല്ലാവരും ഉണ്ട്. അബൂബക്കർച്ച ഉണ്ട്, ഇസ്മായിൽ ഉണ്ട്, ഫുൾ ടീമുണ്ട്. ഇതാ നമ്മൾ ഇസ്മായിൽ ഭായി. മാഷാഅല്ലാഹ് ഗൈസ്, ഇതാ വറക്കോള് നോക്കിയേ. 1 കിലോമീറ്റർ നീളമുണ്ട്. സൂപ്പർ വറക്കോളാ. ബൈറ്റിലാണ് നമ്മൾ. അതാ വിനോയ്ക്ക് അടിച്ചാണ് കേട്ടാ. ആണോ റിജോന്റെ ബോട്ടിൽ വന്നാൽ ഫുഡ് നോക്കിയോ. വായൻ്റെ നമ്മൾ നാടൻ സാപ്പാടും ചിക്കൻ അതൊക്കെ അങ്ങനെ ആക്കിക്കുന്നു. എങ്ങനെയുണ്ട് ഷാമേ ഫുഡ്? സൂപ്പർ, അടിപൊളിയല്ലേ? ഇതെന്താ തൈര് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അടിപൊളി ഫുഡ്. നല്ല അടിപൊളിയായിട്ട് ഫിഷ് അടിച്ച് ഒരാൾക്ക് 3 എണ്ണേ പിടിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു ആമൂറ് മാക്സിമം പിടിച്ചു തിരിച്ചു പോരാണ്. പിന്നെ കഴിയുമ്പോൾ 1 മണിക്കൂറുണ്ട്. അബുദാബിയിൽ വന്നിട്ട് നമ്മൾ കിങ്ങിനെ പിടിച്ച് കാണിച്ചു. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതല്ലോ. ഇപ്പം ഞങ്ങള് അബുദാബിയിൽ വന്നിട്ട് കിങ്ങിനെ പിടിക്കാൻ വന്നാ. അപ്പൊ ഇവിടുത്തെ ഒരു റൂൾസ് ഉണ്ട്. എന്ന് വെച്ചാല് ഒരാൾക്ക് 3 കിങ് 2 ഹാമൂറ്, അതിൽ കൂടുതൽ പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അത്രയും പിടിച്ചിട്ട് കുറച്ച് ഐസ് ഇടുകയാണെങ്കിൽ ശാമ്പോളം കഴിഞ്ഞിട്ട് തിരിക്കും. ഓക്കെ, മീൻ ഇഷ്ടം പോലെയാണ്, പക്ഷെ പിടിക്കാൻ പാടില്ല കൂടുതൽ. ഇവിടെ ഉണ്ടാവും സാധനം. അപ്പൊ മീനെ കിട്ടി അടിപൊളിയായി. ഇത് നമ്മള് റിജോബായി 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. 3-ാം തീയതി അലീഖാൻ നാട്ടിൽ പോകുന്നെന്നുള്ളൊരു അറിയിപ്പ് നമ്മൾക്ക് തന്നു. നാട്ടിലേക്ക് കിങ് ഫിഷ് കൊണ്ടുപോകണം. അപ്പോൾ ആള് ഇന്ന് കടലിൽ വന്നു. അത്യാവശ്യം കുഴപ്പമില്ല, ആൾക്ക് നാട്ടിൽ കൊണ്ടുള്ള മീൻ കിട്ടി. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ടാണ് അപ്പോൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ ഹാപ്പി ജേണി. ഫാമിലിയായിട്ട് പോയി നല്ല ഫ്രഷ് മീനെ കൊണ്ട് അടിച്ച് പൊളിച്ച് അകർത്ത് എപ്പോൾ എത്തും? അവിടെ നിന്നല്ലേ പെട്ടെന്ന് വരണം. 1 മാസം 1 മാസം ഉണ്ട്. അപ്പോൾ സീസൺ കഴിയുമ്പോൾ പെട്ടെന്ന് പോയോ. ഓക്കെ, ബൈ ബൈ, എൻജോയ്. അപ്പോൾ എല്ലാവരും നമ്മളെ ചെറിയ വീഡിയോ ആണ് എല്ലാവരും വാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചിട്ട് 5:30 തന്നെ എത്തിയിട്ടാ. നല്ല ആക്ടിവിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈവനിങ്ങിന് ശേഷം ഞങ്ങൾ കാസ്റ്റ് ചെയ്തില്ല. അത്യാവശ്യമുള്ളത് പിടിച്ചു തിരിച്ചു പോകുന്നു. Hello. We enjoyed a lot. It was an amazing trip. Very nice. Alika was the hero today, as always. Thank you. Oh, great. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ ഇതാണ് കേട്ടോ, ഡോക്ടർ ശംസുദ്ദീൻ. എൻ്റെ പേര് ഡോക്ടർ ഷംസുദ്ദീൻ. ഞാൻ അലിഖാനെ പരിചയപ്പെട്ട് 2-3 ദിവസമായിട്ടേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു 18 വർഷമായി ഇവിടെ വളാഞ്ചേരിയിൽ കൊട്ടാരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മളെല്ലാ അസുഖങ്ങൾക്കും അലിഖ ഇപ്പോൾ വന്നിട്ടുള്ളത് റിജുനേഷന് വേണ്ടിയിട്ടാണ്. അലിഖ എന്ന് പറയുമ്പോൾ ഒരു ഹെൽത്തി പേഴ്സണാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്.
ഹെൽത്തിയാണ്. എന്നാൽ കൂടിയും നമ്മൾ ആയുർവേദം ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിപ്പോൾ അലിഖാനെ പോലുള്ള ആൾക്കാർക്ക് നമ്മൾ വർഷത്തിൽ ഒരു 7 ദിവസമോ അല്ലെങ്കിൽ ഒരു 14 ദിവസമോ കർക്കിടക ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. എന്നാലും നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററായിട്ട് ഒരു ഹോസ്പിറ്റലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. കിഡ്നി ഡയാലിസിസ് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, മുട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ, നടുവേദനക്കാർ, ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാർ, ഇതിനുള്ള എല്ലാ ചികിത്സകളും നമ്മൾ ഒരു ഓപ്പറേഷനും കാര്യങ്ങളും കൂടാതെയും ഒരു സൈഡ് എഫക്ട്സ് കൂടാതെ നമ്മളോട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അലിക്കപ്പ് ഇവിടെ വന്നിട്ടുള്ളത് 4 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളൂ. അലിക്ക പൊതുവെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഉഷാറാക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ പിന്നെ അലിക്കാൻ്റെ വൈഫിന് നമുക്ക് കഴുത്തിൽ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റുകളുണ്ട്. അതിനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇൻഷാള്ള പെട്ടെന്ന് നമ്മൾ സുഖമായി കൊടുക്കും. എല്ലാത്തിനുള്ള ചികിത്സകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ചികിത്സ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ അലിക്കാൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു വീഡിയോ നമ്മൾ ഇത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അസുഖത്തിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻസുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എൻ്റെ നമ്പർ നിങ്ങൾ വാട്സപ്പ് നമ്പർ ചെയ്തിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചും പ്രവാസികൾക്കുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് ചിലപ്പം കൊളസ്ട്രോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ നെഞ്ചുവേദന, ചിലപ്പം പ്രമേഹം. നമ്മൾ പ്രമേഹത്തിനൊക്കെ മെയിനായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നിങ്ങൾ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യും. ആരും ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കൺസൾട്ടേഷനും കാര്യങ്ങളും ഒരു ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഏവർക്കും എന്ത് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ഫോൺ വഴി വാട്സപ്പ് വഴി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. വാട്സപ്പ് നമ്പർ എൻ്റെ വാട്സപ്പ് 99 46 411 733. കാർഡ് നിങ്ങൾ ഇതിനകത്ത് ഞാൻ ചെയ്യാം. ആർക്കും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ കാര്യങ്ങൾ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇപ്പം ഡോക്ടർ പറഞ്ഞ മനസ്സിലായത് ഡോക്ടറാണ് ആൾ ചെറുപ്പക്കാരൻ. കാരണം 4 ദിവസം ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ബോഡിയിൽ നല്ല മാറ്റങ്ങളുണ്ടായി, നല്ല ബ്ലഡ് സർക്കുലേഷൻ. ഞാൻ ഒരു 10 വയസ്സ് കുറഞ്ഞ മാതിരി ചുരുക്കി പറഞ്ഞാൽ മനസ്സിലായോ? അടിപൊളിയാണ് മാഷാഅല്ലാഹ്. അപ്പോൾ എല്ലാവരും വന്നോളി, മസാജ് ചെയ്തോളി.